ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നുള്ളൊരു വാക്കിനെ കുറിച്ചിട്ടാണ് എനിക്കിന്ന് സംസാരിക്കാനുള്ളത്. ആക്ച്വലി ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും അല്ലേ. ചിലരെ സംബന്ധിച്ചിടത്തോളം ഒരു 1000 രൂപയ്ക്ക് ഒരു ഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞാൽ അത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ബഡ്ജറ്റ് ആയിരിക്കും. പക്ഷേ ചിലർക്ക് ഒരു 500 രൂപയായിരിക്കും അവരുടെ ബഡ്ജറ്റ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമുക്കിപ്പോൾ ഒരു 200 രൂപ 300 രൂപ തുടങ്ങി നമുക്കിപ്പോൾ കുർത്തീസും കോഡ് സെറ്റ്സ് വരെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ആ 300 രൂപയ്ക്ക് ഒരു കോഡ് സെറ്റ് തരുന്നുണ്ടെങ്കിൽ ആ ഒരു ഫാബ്രിക് അവർക്ക് എത്ര രൂപയ്ക്കായിരിക്കും കിട്ടിയെന്നുള്ളത്. അപ്പോൾ ആ ഫാബ്രിക്കിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് ചിന്തിച്ച് നോക്കുക. നമ്മൾ അർദ്ധയിൽ ചൂസ് ചെയ്യുന്ന ഫാബ്രിക്സ് എപ്പോഴും നല്ല പ്രീമിയം ക്വാളിറ്റിയുള്ള കോട്ടൺ ഫാബ്രിക്സ് ആണ്. സോ അതിന് അതിൻ്റേതായൊരു ക്വാളിറ്റിയും ഒരു പ്രൈസും വരുന്നുണ്ട്. ഇപ്പോൾ എന്നോട് തന്നെ ഒരു 2-3 കസ്റ്റമേഴ്സ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, 1000 രൂപയ്ക്ക് ഇത്രയും നല്ല പെർഫെക്റ്റ് ഫിറ്റിൽ നല്ല ഫാബ്രിക്കിൽ നല്ലൊരു കുർത്തി കിട്ടി, ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്ന്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അതാണ് അവരുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ സ്റ്റാർട്ടിംഗ് റേഞ്ച് വരുന്നത് 899 ആണ് നമ്മുടെ കുർത്തീസ്. 899 ഒരു പ്രോഡക്റ്റ് നിങ്ങൾ വാങ്ങിക്കുവാണെങ്കിൽ അതിൻ്റെ വർത്ത് അതിനുണ്ടാകും. അപ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ എപ്പോഴും പ്രൈസ് മാത്രം നോക്കാതെ നമ്മളൊരു 1000 രൂപ കൊടുത്തൊരു പ്രോഡക്റ്റ് വാങ്ങിക്കുകയാണെങ്കിൽ അതിന് 1000 രൂപയുടെ വർത്ത് ഉണ്ടോ എന്ന് നോക്കുക. അതല്ലെങ്കിൽ ഒരു 5000 രൂപ കൊടുത്തിട്ടാണ് ഒരു ഡ്രസ്സ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ആ 5000 രൂപയ്ക്ക് അത് വർത്ത് ആണോ എന്ന് നോക്കുക. അങ്ങനെ ചിന്തിക്കുവാണെങ്കിൽ നമുക്ക് നല്ലൊരു പർച്ചേസിങ് എക്സ്പീരിയൻസ് കിട്ടുന്നതായിരിക്കും.